കഴിഞ്ഞ ദിവസങ്ങളിലായി ശശി തരൂർ കോൺഗ്രസിനെ രൂക്ഷമായി അല്ലെങ്കിലും വിമർശിക്കുകയും അതേസമയം മോദിയെ പുകഴ്ത്തുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ശശി തരൂരിന്റെ ഇരയായി വന്നിരിക്കുന്നത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരാണ്. കേരളത്തിൽ ഒരു വ്യവസായിക്ക് ബിസിനസ് തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് ശശി തരൂരിന്റെ വാദം. കുറഞ്ഞത് ഒരു 236 ദിവസമെങ്കിലും പിടിക്കും കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങാൻ. അതുകൊണ്ട് തന്നെ അമിത രാഷ്ട്രീയവൽക്കരണം കാരണം രാജ്യത്തെ ഏറ്റവും മോശം മാതൃക കേരളത്തിലേതാണെന്നും ശശി തരൂർ ആഞ്ഞടിച്ചു. ദുബായിൽ കേരള ഡയലോഗ്സിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഈ വിമർശനം. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ശശി തരൂരിന്റെ ഈ വിമർശനം സത്യമാണ്. ഒരു വ്യവസായിക്ക് വളരാൻ ഒട്ടും അനുയോജ്യമല്ലാത്ത അന്തരീക്ഷം തന്നെയാണ് കേരളത്തിലുള്ളത്. വേറെ എവിടെയും ഇല്ലാത്ത ഒരുപാട് പ്രൊസീജിയേഴ്സ്. എന്നാൽ ഈ പ്രക്രിയകളെല്ലാം കഴിഞ്ഞ് ഒരു സംരംഭം തുടങ്ങിയാലോ, അതിൽ കൈയിട്ട് വരാൻ കുറെ പാർട്ടിക്കാരും വരും. പോരാത്തതിന് എന്തെങ്കിലും സമരമോ ഹർത്താലോ വന്നാൽ പിന്നെ നോക്കണ്ട. കഷ്ടപ്പെട്ട് തുടങ്ങിയ സംരംഭം ഒന്ന് ഓടിച്ചു വരാൻ ഹർത്താലിന്റെ അന്ന് തുറന്നാൽ പിന്നെ അതിന്റെ കാര്യത്തിൽ തീരുമാനമാകും. ഇതിനുള്ള പ്രധാന ഉദാഹരണമാണ് പുണ്യാളൻ അഗർബത്തീസ് എന്ന സിനിമ. ഒരു സംരംഭകൻ തന്റെ സ്വപ്നമായ ഒരു ബിസിനസ് തുടങ്ങുകയും അത് നടത്തിക്കൊണ്ടു പോകുവാൻ അയാൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുമാണ് ഈ സിനിമയിൽ കാണുന്നത്. ഒരു ഹർത്താൽ കൊണ്ട് അയാൾ പൊറുതിമുട്ടുന്നതും ഈ സിനിമയിലൂടെ കാണാം. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപദ്രവകരമായ രീതിയിൽ നടത്തുന്ന ഹർത്താലുകൾ തടയാനും കേരളത്തിൽ നിയമം വേണമെന്നും ശശി തരൂർ പറയുന്നു. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിൽ കേരളത്തിലുണ്ടായ മുന്നേറ്റത്തെക്കുറിച്ച് സർക്കാർ നടത്തിയ അവകാശവാദങ്ങൾ പൊളിക്കുന്നതായിരുന്നു ശശി തരൂരിന്റെ ഈ വാദം. പിണറായി സർക്കാർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? കേരളത്തിൽ 236 ദിവസങ്ങളാണെങ്കിൽ ഇന്ത്യയിൽ 114 ദിവസമാണ് വേണ്ടിവരുന്നത്. എന്നാൽ സിംഗപ്പൂരിലും മറ്റു വിദേശ രാജ്യങ്ങളിലും വെറും 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കും. അതുകൊണ്ടാണ് പലരും കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ മടിക്കുന്നതും പലരും വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് തുടങ്ങി അതിവേഗം വളരുന്നതും. ഇത് ബിസിനസ്സുകളിൽ മാത്രമല്ല, അല്ലാതെയുള്ള ജോലികളിലും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളമാണ് ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടങ്ങളിലേക്ക് ചേക്കേറുന്നു. സത്യത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. കേരളത്തിലാണ് ഏറ്റവും മോശം അന്തരീക്ഷം. സത്യത്തിൽ കേരളത്തിൽ ഹർത്താലുകൾ നിരോധിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങളും കുറയും.